ഓക്കെ, എന്താന്ന് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു, മണ്ഡപം ബുക്ക് ചെയ്തു. ഫാമിലി ആയിട്ട് നമ്മൾ പറയേണ്ടതെന്നാണ് നമ്മുടെ തീരുമാനം. ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കും. ഞാൻ പറയില്ല, മാരേജിൻ്റെ ജസ്റ്റ് ഒരു 7 days മുന്നേ ഞങ്ങളത് ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും. സോ റോബിൻ ഇപ്പോഴും അവാർഡ് കിട്ടിയേക്കുന്നത് മോസ്റ്റ് പോപ്പുലർ ഫേസ് എന്നുള്ള രീതിയിലാണ് കിട്ടിയേക്കുന്നത്. ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായിട്ടും ഇപ്പോഴും റോബിൻ്റെ ഒരു ഫേസ് അവാർഡ് മേടിച്ച് ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി വരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ വലിയൊരു കാര്യമാണ്. കാരണം ഒബ്വിയസ്ലി ബിഗ് ബോസിൻ്റെ ഒരു ഹൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ 2 മാസം അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ എനിക്ക് തുടങ്ങി. 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്താ പറയുക, അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് എടുക്കാനും നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടാനും എല്ലാം സഹായിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അവാർഡ് ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പൊടിക്കൊന്ന് വിളിക്കാവോ? പൊടിക്കുമോ? ഈ ഇപ്പം അവാർഡ് കിട്ടിയപ്പോൾ പൊടിയുടെ കണ്ണ് നിറയുന്നുണ്ടായി, എന്ത് തോന്നി? കണ്ണ് ഒരു ഇമോഷണൽ തോന്നി. 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവാർഡ് എന്ന് പറയുന്നത് അംഗീകാരമാണ്. ഈ ചേട്ടൻ്റെ ഒരു വാക്യാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത്, ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കി വരിക എന്നുള്ളൊരു സംഭവം. അതെല്ലാവരും അവിടെ തന്നെ കയ്യടി നേടിയൊരു കാര്യമാണ്. ഒബ്വിയസ്ലി ഞാൻ പറയില്ല, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവ് ഉള്ള ഒരാളാണ്. ബിഗ് ബോസിന് ശേഷം എനിക്ക് എൻ്റെ ഫെയിം ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ചില ഫോൾട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്, ഒരുപാടല്ല, കുറച്ച് ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുക. നമ്മൾ എത്ര നാളുണ്ടാവും നമുക്ക്, സോ ഒരു ബെറ്റർ പേഴ്സൺ ആവുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സോ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവർക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നി. ഈ റോബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ വരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അല്ല, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. കാരണം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററാണ്. പക്ഷേ പലരും അത് നെഗറ്റീവായിട്ടും പലരെ വ്യക്തിഹത്യ ചെയ്യാനും പലപ്പോഴും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലരും യൂട്യൂബും കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവന്മാരുടെ അടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞൊരു കാര്യമില്ല. അവരൊക്കെ അങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? വെറുതെ കുറച്ച് പാഴ് ജന്മങ്ങൾ വെറുതെ ഡീഗ്രേഡ് ചെയ്യാനും വെറുതെ എന്താ പറയുക നെഗറ്റീവ് പറയാനും. ക്രിറ്റിസിസം നല്ലതാണ്, ഹെൽത്തി ക്രിറ്റിസിസം ആണ്. അല്ലാതെ വെറുതെ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ കവാലടിച്ചാൽ പറ്റില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ ഒരുത്തനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ, നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ്. അല്ലാതെ വെറുതെ വന്നിരുന്ന ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കത്തിന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഓൻ്റെ ബ്രദറാണെങ്കിൽ ബ്രോ പോയി റിയാക്ട് ചെയ്യും അല്ലേ, അടിച്ച് പൊടിക്കത്തില്ല. ഇതിന് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരൊക്കെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കില്ല. അത്രയ്ക്ക് മാത്രം ഒരു ക്രിമിനൽ ക്രൈമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്രിറ്റിസിസം ചെയ്യും, ഒരു പ്രശ്നമില്ല. ഹെൽത്തി ക്രിറ്റിസിസം എപ്പോഴും വെൽക്കം ചെയ്യും, എന്നാലേ ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ അനാവശ്യമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതിലും റീച്ച് കിട്ടാൻ വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി എപ്പോഴും റോബിന്റെ അങ്ങനെ മേടിച്ച് അരിതിക്കുന്നവന്മാരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല അല്ലേ? മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് അന്നം കൊണ്ട് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കത്തുമില്ല. അമ്മമാർക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടായിരിക്കും